മനുഷ്യന്റെ ശബ്ദം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായൊരു സംഗീതോപകരണമാണത്. പക്ഷെ പലപ്പോഴും നമ്മളത് ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്? അപ്പോ ഈയൊരു അത്ഭുതകരമായ ഉപകരണത്തെ എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ ഉപകരണം കൊണ്ട് ഒരു യുദ്ധം തുടങ്ങാനും സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയും. അത് നമ്മുടെ ശബ്ദത്തിന്റെ അവിശ്വസനീയമായ ശക്തിയാണ് കാണിക്കുന്നത്. നമ്മുടെ സംസാരം ഈ ലോകത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. എന്നാൽ ഇത്രയൊക്കെ ശക്തിയുണ്ടായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നൊരനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടില്ലേ? ശരിക്കും അത് ഭയങ്കര നിരാശയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആളുകൾ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ ചില പൊതുവായ കാരണങ്ങളുണ്ട്. നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ വ്യക്തിത്വമല്ല, മറിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സംസാരത്തിൽ കടന്നുകൂടിയ ചില ശീലങ്ങളാണ്. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശീലങ്ങളൊക്കെ നമുക്ക് ബോധപൂർവം മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ സംഭാഷണങ്ങളെ തീർത്തും ഫലപ്രദമല്ലാതാക്കുന്ന 7 ശീലങ്ങളുണ്ട്. നമുക്കവയെ തമാശയ്ക്ക് സംസാരത്തിലെ 7 മഹാപാപങ്ങൾ എന്ന് വിളിക്കാം. ഇവ ഓരോന്നും എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ഇതിലെ ആദ്യത്തെ പടി. ഈ 7 ശീലങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പരദൂഷണം, മറ്റുള്ളവരെ വിധിക്കൽ, എപ്പോഴും നെഗറ്റീവായി സംസാരിക്കുന്നത്, പരാതി പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ആൾക്കൊരു മോശം അനുഭവമാണ് നൽകുന്നത്. ഇപ്പോൾ പരദൂഷണം കേൾക്കുന്ന ഒരാൾ മനസ്സിലെന്താകും ചിന്തിക്കുക? ഓ, ഇയാൾ നാളെ എന്നെക്കുറിച്ചും ഇതുപോലെ തന്നെ പറയുമല്ലോ എന്ന്. അതുപോലെ തന്നെയാണ് ഒഴികഴിവുകൾ പറയുന്നത്, കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുന്നത്, പിന്നെ സ്വന്തം അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് വാദിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വിശ്വാസ്യത ഇല്ലാതാക്കുകയും ഒരു നല്ല സംഭാഷണത്തിനുള്ള സാധ്യതകളെ അടച്ചു കളയുകയും ചെയ്യും. തീർച്ചയായുമുണ്ട്. എന്തൊക്കെ ചെയ്യരുതെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി എന്ത് ചെയ്യണം എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സംസാരം ശക്തമാക്കാൻ സഹായിക്കുന്ന 4 അടിസ്ഥാന തത്വങ്ങളുണ്ട്. അവയെ നമുക്ക് HAIL എന്ന പേരിൽ ഓർത്തുവെക്കാം. ഇംഗ്ലീഷിൽ ഈ വാക്കിന്റെ അർത്ഥം ആദരവോടെ സ്വാഗതം ചെയ്യുക എന്നാണ്. അതെ, നമ്മുടെ വാക്കുകളെയും ആളുകൾ അങ്ങനെ സ്വാഗതം ചെയ്യാൻ ഈ 4 കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. അതിൽ ആദ്യത്തേതാണ് ഹോണസ്റ്റി, അതായത് സത്യസന്ധത. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നേരും വ്യക്തതയും ഉണ്ടായിരിക്കണം. ആളുകൾക്ക് നമ്മുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയണം, അല്ലേ? കാരണം വിശ്വാസമില്ലാതെ ഒരു സംഭാഷണത്തിനും നിലനിൽപ്പില്ല. രണ്ടാമത്തത് ഓതന്റിസിറ്റി, അതായത് തനിമ. മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിക്കാതെ നിങ്ങളായിരിക്കുക. നിങ്ങളുടെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളെത്തന്നെ കേൾക്കാൻ കഴിയുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. മൂന്നാമത്തേതാണ് ഇന്റഗ്രിറ്റി, അതായത് ആർജവം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, കൊടുത്ത വാക്ക് പാലിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിനും ആളുകൾ വില കൽപ്പിക്കാൻ തുടങ്ങും. അവസാനമായി ലവ്, അതായത് സ്നേഹം. ഇത് പ്രണയത്തെക്കുറിച്ചല്ല കേട്ടോ, മറിച്ച് നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ വിമർശനങ്ങൾ പോലും ഈ ഒരു നല്ല മനോഭാവത്തോടെ പറയുമ്പോൾ ആളുകൾക്കത് സ്വീകരിക്കാൻ വളരെ എളുപ്പമാവും. ഓക്കെ, അപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതെങ്ങനെ പറയുന്നു എന്നതും ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശബ്ദം ഒരു ടൂൾ ബോക്സ് പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അതിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ രജിസ്റ്റർ. നിങ്ങൾ സംസാരിക്കുന്നത് മൂക്കിൽ നിന്നാണോ അതോ നെഞ്ചിൽ നിന്നാണോ? ഉയർന്ന രജിസ്റ്ററിൽ, അതായത് മൂക്കിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് പൊതുവെ ഗൗരവവും കുറവായിരിക്കും. എന്നാൽ നെഞ്ചിൽ നിന്ന് വരുന്ന താഴ്ന്ന ശബ്ദത്തിന് ഒരു ശക്തിയും അധികാരവും തോന്നും. നമ്മൾ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചാൽ മതി. താഴ്ന്ന ശബ്ദമുള്ളവർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി ഈ ടൂൾ ബോക്സിലെ മറ്റ് ചില ഉപകരണങ്ങൾ നോക്കാം. ടിംബർ, അതായത് നിങ്ങളുടെ ശബ്ദത്തിന്റെ ഒരു ഗുണമേന്മ. അത് കേൾക്കാൻ എന്ത് സുഖമുണ്ട് എന്നതാണ്. പിന്നെ പ്രോസഡി, സംസാരത്തിലെ ഈണവ്യത്യാസങ്ങൾ. ഒരേ ഈണത്തിൽ സംസാരിക്കുന്നത് ആളുകളെ പെട്ടെന്ന് മടുപ്പിക്കും. വേഗത, ചിലപ്പോൾ ആവേശം കാണിക്കാൻ നമുക്ക് വേഗത്തിൽ സംസാരിക്കാം. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ വേഗത നന്നായി കുറയ്ക്കാം. അവസാനമായി നിശബ്ദത. ചില സമയങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത് തന്നെ ഏറ്റവും ശക്തമായൊരു ആശയവിനിമയമായി മാറും. എപ്പോഴും ഉച്ചത്തിൽ മാത്രം സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ അഭിപ്രായം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ്. എന്നാൽ ചില പ്രാധാന്യമുള്ള കാര്യങ്ങൾ പതിഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വന്ന് ശ്രദ്ധിക്കും. അതുകൊണ്ട് ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നത് വളരെ പ്രധാനമാണ്. ഒരു കായിക താരം മത്സരത്തിനു മുമ്പ് ശരീരം വാമപ്പ് ചെയ്യുന്നതുപോലെ ഒരു പ്രധാന സംഭാഷണത്തിനു മുമ്പ് നമ്മുടെ ശബ്ദവും ഒന്ന് തയ്യാറാക്കണം. ഈ സ്ലൈഡിൽ കാണുന്ന വളരെ ലളിതമായ വ്യായാമങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അടുത്ത തവണ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് കേവലം നന്നായി സംസാരിക്കാനുള്ള കുറച്ച് വിദ്യകളല്ല, മറിച്ച് അതിലും വലുതായ ഒന്നിന്റെ ഭാഗമാണ്. ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ കുറഞ്ഞ് ആളുകൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നൊരു ലോകം. ഈ ഒരു ആശയം എത്ര മനോഹരമല്ലേ? നമ്മുടെ സംസാര രീതിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾക്ക് പോലും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. പരസ്പരം മനസ്സിലാക്കുക എന്നത് ഒരു സാധാരണ കാര്യമായി മാറുന്ന ഒരു ലോകം. അത് തീർച്ചയായും നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഒരു ആശയമാണ്.